നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പുരാതന കാലം മുതൽ, ദാവീദ് രാജാവിന്റെ കാലം മുതൽ യഹൂദന്മാർ സിറിയയിലുണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സിറിയൻ ജൂതന്മാരിൽ വലിയൊരു ശതമാനം അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, ഇസ്രയേൽ എന്നിവിടങ്ങളിലേക്ക് കുടിയേറി. സിറിയൻ ഭരണാധികാരി ബാഷർ അൽ അസദിന്റെ പതനത്തിനു പിന്നാലെ ഗോലാൻ കുന്നുകളിൽ വൻതോതിൽ ജൂത കുടിയേറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. ഗോലാൻ കുന്നുകളിൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് കുടിയേറ്റം ഇരട്ടിയാക്കാനുള്ള പദ്ധതിക്ക് ഇസ്രയേൽ സർക്കാർ അംഗീകാരം നൽകി. ഇപ്പോൾ തന്നെ ഗോലാനിലെ ബഫർ സോണിൽ അതിക്രമിച്ചു കടന്ന ഇസ്രയേൽ അധിനിവേശം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഒരുങ്ങുന്നത്. ഹെർബൻ പർവ്വതത്തിൽ ബേസ് ക്യാമ്പ് തകർത്ത് ആധിപത്യം സ്ഥാപിച്ച നെതന്യാഹു ഇപ്പോൾ സിറിയയിൽ ജൂത ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. 1800 ചതുരശ്ര കിലോമീറ്ററാണ് ഗോലാൻ കുന്നിന്റെ പ്രധാന ഏരിയ വിസ്തീർണം. മേഖലയിലെ വളരെ തന്ത്രപ്രധാനമായ ഒരു ഭാഗം തന്നെയാണ് ഇത്. നിലവിൽ 1 ലക്ഷത്തോളം ഇസ്രയേലി പൗരന്മാർ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നാണ് കണക്ക്. ഇതിനെ ഇരട്ടിയെങ്കിലുമാക്കി ഗോലാൻ കുന്നിലും ഹെർബൻ പർവ്വത താഴ്വരകളിലും ഇസ്രയേലിന്റെ ശക്തി കേന്ദ്രമാക്കുക എന്നതാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം. സിറിയയെ കൈപ്പടിയിലൊതുക്കാൻ 11 ബില്യൺ തുക മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സ്ഥലവും വീടും മറ്റ് സൗകര്യങ്ങളുമെല്ലാം നൽകി ജൂത സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. 1967 മുതൽ ഇസ്രയേൽ കൈവശം വയ്ക്കുന്ന ഗോലാൻ കുന്നുകളിലാണ് പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുന്നത്. 1974 UN മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഡീമിലിറ്ററൈസ്ഡ് സോണായി പ്രഖ്യാപിച്ച മേഖലയിലേക്ക് ഇസ്രയേൽ സൈന്യം ഇരച്ചുകയറിയിരുന്നു. കൂടാതെ സിറിയയുടെ സൈനിക സന്നാഹങ്ങളും ആയുധശേഷിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ നശിപ്പിക്കുകയും ചെയ്തു. സൈനിക ശേഷി നശിപ്പിച്ചതോടെ അടുത്തെങ്ങും സൈനികമായി സിറിയ ഒരു വെല്ലുവിളി ആകില്ല എന്ന് ഇസ്രയേലിന് ഉറപ്പായിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പിനിടയിലും അധിനിവേശ ഗോലാൻ കുന്നുകളിൽ $11 മില്യൺ സെറ്റിൽമെന്റ് പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. നിലവിൽ സിറിയയിൽ നിന്ന് അനധികൃതമായി കൈവശപ്പെടുത്തിയ ഗോലാൻ കുന്നുകളിൽ 30ഓളം സെറ്റിൽമെന്റുകളിലായി 31,000-ലധികം പേർ താമസിക്കുന്നുണ്ട്. സിറിയൻ ന്യൂനപക്ഷമായ ഡ്രൂസെ വിഭാഗക്കാരും മേഖലയിൽ കഴിയുന്നു. ഗോലാൻ ശക്തിപ്പെടുത്തുന്നത് ഇസ്രയേൽ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് നെതന്യാഹു പറയുന്നു. 1967 6 യുദ്ധത്തിലാണ് ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രയേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തത്. രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിന്റേത് അനധികൃത കുടിയേറ്റമായാണ് കണക്കാക്കുന്നതെങ്കിലും 2019 അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോലാൻ കുന്നുകളിൽ ഇസ്രയേലിന്റെ സ്വയം ഭരണാധികാരത്തെ പിന്തുണച്ചിരുന്നു. ചരിത്രത്തിൽ ജൂതരോട് ചെയ്ത അനീതിക്കുള്ള മറുപടിയായാണ് ഇത് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. 1947 അലപ്പോ അറബ് കലാപത്തിൽ 100 കണക്കിന് ജൂതന്മാരെ കൊല്ലുകയും 1000 കണക്കിന് വീടുകളും കടകളും നശിപ്പിക്കുകയും ചെയ്തു. പലായനം ചെയ്യാൻ ശ്രമിച്ചവരെ പോലും സിറിയൻ ഭരണകൂടം പിടികൂടി വധിച്ചു. ജൂതന്മാർക്കെതിരായ മറ്റ് അടിച്ചമർത്തൽ നടപടികളെ അവരെ സർക്കാർ സേവനത്തിൽ നിന്ന് തടയുക, ടെലിഫോണുകളോ ഡ്രൈവിംഗ് ലൈസൻസുകളോ സ്വന്തമാക്കാൻ അനുവദിക്കാതിരിക്കുക, സ്വത്ത് വാങ്ങുന്നത് വിലക്കുക എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. തുടക്കത്തിൽ സിറിയൻ ജൂതന്മാർക്ക് ഇസ്രയേലിലേക്ക് രക്ഷപ്പെടാൻ ലെബനൻ അവരുടെ പ്രദേശത്തിലൂടെ സ്വതന്ത്രമായി കടന്നുപോകാൻ അനുവദിച്ചിരുന്നു. എന്നാൽ സിറിയൻ സർക്കാർ ജൂതന്മാരുടെ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടാൻ തുടങ്ങിയതോടെ ഇത് അവസാനിച്ചു. യാത്രാരേഖകളില്ലാതെ അതിർത്തികളിലൂടെ ആളുകളെ അനുവദിക്കാൻ കഴിയില്ല എന്ന് ലെബനൻ പ്രഖ്യാപിച്ചു. 1948-നും 1961-നും ഇടയിൽ ഏകദേശം 5000 സിറിയൻ ജൂതന്മാർ ഇസ്രയേലിൽ അഭയാർത്ഥികളായി എത്തി. സിറിയൻ സർക്കാർ ജൂത ന്യൂനപക്ഷത്തിനെതിരെ നിരവധി നിയന്ത്രണ നിയമങ്ങൾ പാസാക്കിയിരുന്നു. 1948 ജൂത സ്വത്തുക്കൾ വിൽക്കുന്നത് സർക്കാർ നിരോധിച്ചു. 1953 എല്ലാ ജൂത ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. ജൂത സ്വത്തുകൾ കണ്ടുകെട്ടി. അവരുടെ ഉടമസ്ഥരിൽ നിന്ന് പിടിച്ചെടുത്ത ജൂത ഭവനങ്ങൾ പലസ്തീൻ അഭയാർത്ഥികളെ പാർപ്പിക്കാൻ ഉപയോഗിച്ചു. ഇതിനെല്ലാം പകരം ചോദിക്കാനുള്ള ഒരു അവസരമായാണ് ഇപ്പോൾ ഇസ്രയേലിനും നെതന്യാഹുവിനും ഈയൊരു അവസ്ഥ ലഭിച്ചിട്ടുള്ളത്. ജനുവരി 20-ന് ട്രംപ് വീണ്ടും പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതോടെ കാര്യങ്ങൾ ഒന്നുകൂടി തങ്ങൾക്ക് അനുകൂലമാകും എന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രയേൽ. സിറിയയിൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളോട് സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത ഹയ്യത്ത് തഹ്രീർ അസ്ലാം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതേസമയം ഗോലാൻ കുന്നുകളിൽ പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തിനെതിരെ ഇറാഖും സൗദി അറേബ്യയും UAEയും രംഗത്തെത്തിയിട്ടുണ്ട്. അധിനിവേശം അന്താരാഷ്ട്ര നിയമങ്ങളുടെ, പ്രത്യേകിച്ച് 1974 ഇസ്രയേലും സിറിയയും തമ്മിൽ ഒപ്പുവെച്ച വിമോചന ഉടമ്പടിയുടെ ലംഘനമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നത്.
വിമത വിപ്ലവത്തിനും ബശാറുൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും പിന്നാലെയാണ് സിറിയയിൽ ഇസ്രയേൽ ആക്രമണം ഇത്രയധികം ശക്തമായി മുന്നോട്ടു പോകുന്നത്. സിറിയയിൽ അധികാരം പിടിച്ച വിമത ഗ്രൂപ്പുമായി US നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു. മലയാളി വാർത്ത ഇൻസൈഡ്.